കോഴിമുട്ട എല്ലാം 21 ദിവസം പിടിക്കും. താറാമുട്ട 28 ദിവസം പിടിക്കും. കാടമുട്ട 18 ദിവസം പിടിക്കും. അങ്ങനെ മണിത്താറാവ് 37-38 ദിവസം പിടിക്കും. കരിങ്കോഴിയൊക്കെ 21 ദിവസം പിടിക്കും. വളരെ കുറഞ്ഞ ചെലവില് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഞാനിപ്പോ ഉള്ളത് പാലക്കാട് കാരപ്പൊറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ചേട്ടൻ മുട്ടകളൊക്കെ വിരിയിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതും വളരെ കുറഞ്ഞ ചെലവിലാണ്. അങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അതിന്റെ സാധ്യതകളെ കുറിച്ചാണ്. നമുക്ക് കാണാം. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേര്? സന്തോഷ്. സന്തോഷ്. ചേട്ടാ ഇങ്ങനെ ഇത്രയും ഒരു കുറഞ്ഞ ചെലവിൽ ഒരു ഇൻക്യുബേറ്റർ എങ്ങനെ സെല് ചെയ്യാൻ പറ്റുന്നത്? സെല് ചെയ്യാൻ പറ്റുക, ഞാനൊരു കർഷകനാണ്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ എല്ലാ അറിവും കാര്യങ്ങളൊക്കെ, കോഴിയെ കുറിച്ച് വളരെ ഇഷ്ടമാണ്. കോഴിയെ കുറിച്ച് അത് ഞാൻ ഇതിന് 500 കോഴിയൊക്കെ ഞാൻ വാങ്ങി വീട്ടിൽ ഷെഡ് കൊടുത്ത് വളർത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കിതിനോട് വലിയ താല്പര്യം ഉള്ളതാണ്. ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കി ഒരു ഇൻക്യുബേറ്റർ. എനിക്കായിട്ട് വരെ ഉണ്ടാക്കിയതാണ്. അത് ഭയങ്കര സക്സസ് ആയി. ഒരു ദിവസം കറണ്ട് പോയതാണ് എൻ്റെ വിജയത്തിന്റെ കാരണം. ഒരു ദിവസം കറണ്ട് അതായത് ഞാൻ 80 താറാമുട്ട വെച്ചു. 80 താറാമുട്ട വെച്ചിട്ട് അതിൽ ഇൻക്യുബേറ്റർ വെച്ചിട്ട് ഒരു ദിവസം കറണ്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാൻ ചർച്ചയ്ക്ക് ഇട്ടു. ഇത് വിരിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചർച്ച ചെയ്തപ്പോൾ അതിൽ പകുതി മുക്കാൽ ആളുകൾ പറഞ്ഞു സന്തോഷമായിട്ട് അത് വിരിയില്ല, ആ മുട്ടെടുത്ത് കളഞ്ഞോളിയും പറയാൻ. ഒരു ദിവസം കറണ്ട് പോയതാണ്. അത് എൻ്റെ ഭാഗ്യം അന്നാണ് എനിക്കറിയില്ല. അത് സംഭവം എനിക്കതിൽ 28ാമത്തെ ദിവസം 76 താറാക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അന്ന് എൻ്റെ ഇൻക്യുബേറ്റർ ഒരു ഒറ്റപ്പാലത്ത് നിന്ന് അനസ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എൻ്റെ ഇത് വാങ്ങിട്ട് പോയ ആളാണ്. അന്ന് തൊട്ടിട്ട് ഇതുവരയ്ക്കും 6 വർഷം ആയി. ഇപ്പോഴായിരിക്കും ഞാൻ നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം മാറിയതാണ്. എങ്ങനെയാ ഒരു ഐഡിയ? അതായത് ഇപ്പൊ തെർമോക്കോൾ വെച്ചിട്ടൊക്കെ 3300 രൂപ നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ പല ആളുകളും വാങ്ങിക്കുന്നുണ്ട്. തെർമോക്കോൾ വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അത് കറണ്ട് പോയാൽ 8 മണിക്കൂർ വരെ ചൂട് കിട്ടണമെങ്കിൽ തെർമോക്കോളിന്റെ ബോക്സ് തന്നെ വേണം. നമ്മൾ അലുമിനിയത്തിന്റെ ഫ്രെയിമൊക്കെ ഉപയോഗിച്ച് ഒന്നും നടക്കില്ല. റിസൾട്ട് കിട്ടുക ഷോ മാത്രമേ ഉള്ളൂ. വിരിയാൻ ചാൻസ് വളരെ കുറവാണ്. ഇതാകുമ്പോൾ 8 മണിക്കൂർ ഒരു ദിവസം കറണ്ട് പോയാലും വിഷയമല്ല. ആ ചൂട് അതിനകത്ത് കിട്ടും. അതിനാണ് നമ്മൾ തെർമോക്കോളിന്റെ ബോക്സ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ വിജയം. എന്റെയൊക്കെ ഫുൾ റിസൾട്ടാണ്. ഞാൻ കൊടുക്കാത്ത സ്ഥലങ്ങൾ ലക്ഷദ്വീപ് എത്തി, കർണാടക എത്തി, കേരളത്തിന്റെ എല്ലാ ജില്ലയിലും എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഇൻക്യുബേറ്റർ ഇപ്പോൾ 10-400 ഇൻക്യുബേറ്റർ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി വന്നും പോയി കൊണ്ടിരിക്കുന്ന സംഭവം. ഞങ്ങൾക്ക് സ്ഥിരം വർക്കും ഉണ്ട്. സാധാരണക്കാരന് ഇതിനകത്തുള്ള ഒരു സാധ്യത എന്താ ശരിക്കും? സാധാരണക്കാർക്ക് ഇതിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ ഒരു വയ്യാതിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ മിലിറ്ററി റിട്ടയർഡ് ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ചെറിയ ലെവലിൽ ചെയ്യുന്ന ആളുകളുണ്ട്. വീട്ടിൽ ഒരു ചെറിയൊരു 2000 അല്ലെങ്കിൽ 2500 രൂപ, ഒരു 200 മുട്ട വയ്ക്കുന്ന എനിക്ക് 2500 വിലയാണ്. ശരിക്കും ഇൻക്യുബേറ്ററിന് എത്ര വില? 2500 200 മുട്ട വയ്ക്കുന്നത് 200 മുട്ട വയ്ക്കുന്നത് 2500 വിലയാണ്. ഈ 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് പരീക്ഷണം ചെയ്യാം, ഒരു ബിസിനസ് പരീക്ഷണം ചെയ്യാം. ഒരു ബിസിനസ്സിന് തുടക്കം അതിന്റെ ഫുള്ള് കാരണങ്ങൾ അവർക്ക് ഫുള്ള് A to Z തുടക്കം തൊട്ട് അവസാനം വരയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് ഒരിക്കലും പരാജയം വരില്ല. വിജയിക്കുന്ന റിസൾട്ട്. പിന്നെ നമ്മൾ പറയും നമുക്ക് കൂട്ടായ്മയുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലയുടെ ആ ജില്ലയിലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. എന്നാൽ നമുക്ക് അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ബാക്കിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വിജയം. നമ്മളൊരാളെ ഒരു ഇൻക്യുബേറ്റർ കൊണ്ടുപോയി പിന്നെ നമ്മൾ അത് ഒഴിവാക്കി വിട്ട് പിന്നെ കോൾ വന്ന് എടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അവർക്ക് ഏത് സമയത്ത് നമുക്ക് സംശയം ഉണ്ടോ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെ. നമ്മൾ അതിൽ പൈസ വാങ്ങിക്കണേ, നമുക്ക് അതിനൊരു മര്യാദ. നമുക്ക് ദൈവം തരുന്ന ഒരു സംഭവമാണ്. അഹങ്കാരം കാണിച്ചു തന്നു കഴിഞ്ഞാൽ എടുത്ത് താഴേക്കിടും. അങ്ങനെ ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ അത് കാണിക്കാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക, സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ പരിപാടി. അത് തന്നെ വിജയം. കാര്യം വിജയം പറഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങളൊന്നും എൻ്റെ കയ്യിൽ കെട്ടിക്കിടപ്പൊന്നുമില്ല. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ട് സ്റ്റാഫിന് ജോലിയുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അത് ഉഷാറായിട്ട് പോകും. അത്രേ ഉള്ളൂ. ഇതിപ്പോ പുറത്തേക്കുള്ള ഇപ്പൊ ചേട്ടൻ പാലക്കാടാണുള്ളത്. അപ്പൊ കുറച്ച് ദൂരേക്കുള്ള ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊറിയർ ഉണ്ട്. എക്സ്പീരിയൻസ് സേഫ് കൊറിയറാണ്. നമ്മൾ അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇൻക്യുബേറ്റർ അവിടെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കച്ചവടം വരുന്ന ഫോണിൽ കൂടെ കച്ചവടം ചെയ്യുന്ന മുഴുവൻ അവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കും. പൈസ അവർ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും. പൈസ വിട്ടതിന് ശേഷം നമ്മൾ നേരെ അവർക്ക് അഡ്രസ് അയച്ചു കൊടുക്കും. അവർ ദിവസം കയറ്റി വിടും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്കൊരു സംശയം തോന്നിയതാണ്. കാരണം തെർമോക്കോൾ ആവുമ്പോഴേക്കും പൊട്ടിപ്പോവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഞങ്ങൾ ചെയ്യും. ഇപ്പൊ അഥവാ എന്തെങ്കിലും ഒരു പൊട്ടിപ്പോയാലോ അങ്ങനെ റിട്ടേൺ വേറെ അയച്ചു കൊടുക്കും. ഈ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോ അവർക്ക് അറിയുണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ചേട്ടൻ ഫുള്ള് ഗൈഡൻസും കാര്യങ്ങളും. ശരിക്കും പറയാം, നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തം കഴിയും. ഞാൻ നോട്ടീസ് അടിച്ചു കൊടുക്കുന്നില്ല.
അവരുടെ കൂടെ ഞാൻ വിളിച്ച് സംസാരിക്കാനേ പറഞ്ഞോളൂ. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും. നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു രൂപ 1 റുപ്യൻ്റെ പരിപാടി ആ പരിപാടി കഴിയും. അവർ എന്ത് ചെയ്തോട്ട് അവിടെ മുണ്ടാണ്ടിരിക്കും. ഞാൻ അതല്ല ചെയ്യുക. ഞാൻ ആ നോട്ടീസ് വെച്ച് കൊടുത്താലും ചിലപ്പോൾ നോട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല. കൊടുത്താലും എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. കാരണം ഞാൻ അവരുടെ എന്ത് സംശയങ്ങളിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ശേഷം മാത്രമേ ഞാൻ അവർക്ക് ഇതാവുള്ളൂ. ഞാൻ അങ്ങനെ പറയുള്ളൂ. പ്രത്യേകിച്ച് പൈസ തന്ന ശേഷം നിങ്ങൾ ഇൻക്യുബേറ്റർ വാങ്ങിയ ശേഷം എന്നെ വിളിക്കുക, എന്നെ കോൺടാക്ട് ചെയ്യുക, എൻ്റെ അനുവാദത്തോടെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറയുക. നല്ല റിസൾട്ടാണ്. എൻ്റെയൊക്കെ 99 മുട്ട 99 വഴിയുണ്ട്. 2, 3, 4 മുട്ടയൊക്കെ പോയി. എനിക്ക് പല വീഡിയോയിലൊക്കെ 4 മുട്ട 5 മുട്ടയൊക്കെ പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് നമ്മളുണ്ട്. ഒരു ഇപ്പൊ ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്. 200 അപ്പൊ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ എത്ര രൂപയുടെ ഒരു ഇൻകം സാധാരണക്കാരന് പ്രതീക്ഷിക്കാം? 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മുട്ടയ്ക്ക് 12 രൂപ നാടൻ മുട്ട. ഇപ്പോൾ 200 മുട്ട നല്ല മുട്ട വാങ്ങിക്കുക 150 കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഞാനൊരു പ്രതീക്ഷ പറയാം. നമ്മളിപ്പോൾ ഒരു നല്ല മുട്ടയാണെങ്കിൽ നല്ല കർഷകനെ വാങ്ങിക്കൽ ഒരു 100, എൻ്റെയൊക്കെ നല്ല കർഷകരാണെങ്കിൽ 200 മുട്ട വാങ്ങി ഒരു 170 മുട്ട കിട്ടും. നമുക്ക് 200 മുട്ട വിരിയുന്നത് ഞാൻ ഒരിക്കലും കർഷകർക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ മുട്ടയുടെ കേസാണ്, കോഴി മുട്ടയുടെ കേസ്. അവർ കൊടുക്കുന്ന മുട്ട പഴയതാണോ നല്ലതാണോ നമുക്കറിയില്ല. ഈ 12 രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 14 രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപയാണ് കുഞ്ഞ് വില. അപ്പോൾ 100 കുഞ്ഞ് 5000 റുപ്യ ആയി. 150 കുഞ്ഞുങ്ങളുടെ 7500 റുപ്യ വരുമാനം. 21 ദിവസം ആകുമ്പോൾ 7500 റുപ്യക്ക് നമുക്ക് കൊടുക്കണം. വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ അത് ഓരോ ദിവസം കഴിയുന്നവരും അതിന് ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം 2 രൂപ, ഒരു ദിവസം പ്രായം കൂട്ടി 50 രൂപ. ഒരു മാസമായി കഴിഞ്ഞാൽ 30 × 2 60 രൂപ എക്സ്ട്രാ കൂടും. 50 × 60 അപ്പോൾ 110 റുപ്യയായി കുഞ്ഞിന്. തീറ്റ ചെലവ്, കറണ്ട് ചാർജ് എല്ലാം കൂടുമ്പോൾ അവർക്ക് ലാഭം കിട്ടും. ഇതാണ് അതിൻ്റെ പരിപാടി. ഒരു ദിവസം 2 രൂപ വെച്ച് കൂട്ടും. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ അത് ചെയ്യുന്നത്. അത് 30 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് 50 × 50 വേറെ ഒരു ദിവസം പ്രായം കൂട്ടി 50 രൂപ. പിന്നെ 2 വെച്ച് കൂട്ടുമ്പോൾ 60 രൂപ ചാർജ് പറ്റും. അപ്പോൾ 110 റുപ്യ അല്ലേ ഒരു ദിവസം മാസം പ്രായമുള്ള കുട്ടികൾക്ക് അത് കൊടുക്കാമല്ലോ. എളുപ്പമാണ്. അതെ. ഇപ്പൊ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ കുറച്ച് നാളുകൾ വേണ്ടി വന്നിരിക്കും. അപ്പം എങ്ങനെയാ അതിനകത്തേക്ക് അത്ര ഫെയിലറായി പോയിട്ടുണ്ടോ? ആദ്യം ഫെയിലറായി പോകാൻ ആദ്യം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. കുറെ ഫീസൊക്കെ അടിച്ചു പോകാറുണ്ട് വീട്ടിലൊക്കെ. പുലർച്ചെ 4 മണി വരെ ഞാനത് കാത്തിരുന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയത്. കുത്തുന്ന പ്ലഗൊക്കെ അടിച്ചു പോകും. കണക്ഷനൊക്കെ കുറിച്ച് മനസ്സിലാക്കാണ്ടും പിന്നെ എൻ്റെ ഒരു നമുക്ക് കോഴിയുടെ ചൂടും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അതിനെക്കുറിച്ച് ഉണ്ടാക്കി ഇത് 6 വർഷമായി ഞാൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളടക്കം ഇതിൻ്റെ വർക്ക് ചെയ്യും. എൻ്റെ കുട്ടികളടക്കം ഇതിൻ്റെ വർക്കുകൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ഒരു ദിവസം ചുരുങ്ങി 10-12 വെച്ച് നമ്മൾ ഇങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് A to Z അറിയാം. ഒരു ഇൻക്യുബേറ്റർ എന്താണ് വിഷയം, ഒരാൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ബൾബ് എത്താണ്ടായി കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് അറിയാം. എന്തെങ്കിലും കാര്യം നമുക്ക് ഫുള്ളായിട്ട് അത്രയും ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് എൻ്റെ A to Z കാര്യങ്ങൾ അറിയാം. ഇപ്പം വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അത് ഫോണിൽ കൂടി ആണെങ്കിലും നേരിട്ടാണെങ്കിലും കൊടുക്കും. ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു വർഷം വാറന്റി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാധനം നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിക്കുക. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം സംഭവിക്കാം. ഒരു തെർമോസായിട്ട് പോയി കഴിഞ്ഞാൽ അത് 250 തെർമോസായിട്ട് കൊറിയർ ചാർജ് എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നറിയോ, ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിക്കുള്ളൂ. നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിക്കും. കാര്യം ക്വാളിറ്റി കുറേ സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല. നല്ല ക്വാളിറ്റി സാധനം തെർമോസായിട്ട് അഡാപ്റ്ററൊക്കെ നല്ലത്. പിന്നെ ബോക്സ് ഞാൻ പണിയുന്നതാണ്. വൈഫ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചൂടും കാര്യങ്ങളും ഇൻക്യുബേറ്ററിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് കാലത്ത് 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ 5 മണി വരെ ഇതന്നെ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ എന്ത് പ്രശ്നം നമ്മൾ നോക്കും. നല്ല ക്വാളിറ്റി അഡാപ്റ്റർ തെർമോസായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ മെയിൻ വിജയം. നമ്മൾ വിജയം പറയുമ്പോൾ നമ്മൾ അത് വിളിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഫോൺ എടുക്കുക. ഏത് സമയത്ത് വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കും. ഇതൊക്കെ സെല് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പണിതുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. ഏത് ഭാഗത്തുനിന്നാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഓർഡർ വരെ? കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ഭാഗത്തുനിന്നൊക്കെ വരും. എല്ലാം ഈ 14 വീട്ടില് കുറച്ച് എന്താ പറയാ സ്വസ്ഥമായിട്ടിരിക്കുന്നവരും വെറുതെ തൊഴിലാണ്. നമ്മൾ ലക്ഷങ്ങളൊന്നും ലാഭം കിട്ടുന്ന ഞാൻ പറയില്ല. പക്ഷെ ചെയ്യുന്ന ആൾക്ക് അതുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ആളുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലക്ഷദ്വീപിലൊരു ആൾ 8 ഇൻക്യുബേറ്റർ കൊണ്ടിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നു. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 8 ഇൻക്യുബേറ്ററാണ് അവിടെ. ആ ദ്വീപിനകത്ത് ചെറിയ ദ്വീപാണ്. ആ 8 ഇൻക്യുബേറ്ററിനകത്ത് കുഞ്ഞുങ്ങൾ ബോയിലർ കോഴിയെ വിരിക്കും. 45 ദിവസം ആകുമ്പോഴേക്കും വരുമാനം കിട്ടും. അപ്പോൾ 200 8 ഇൻക്യുബേറ്റർ ആകുമ്പോൾ 8 × 200 ആകുമ്പോൾ എത്രയായി?
1600 മുട്ടയാണ്. ഈ 1600 കുഞ്ഞുങ്ങളെ 45 ദിവസം ആകുമ്പോഴേക്കും ആൾ വിരിയിച്ച് കുഞ്ഞ് വിരിഞ്ഞ് 45 ദിവസം ആകുമ്പോഴേക്കും കോഴി വലുതായി. വളരെ കോഴിയാണ്. ഈ 8 ഇൻക്യുബേറ്റർ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയൊരു ചെലവാന്ന്. പക്ഷെ അത്രയൊന്നും അല്ല, വളരെ കുറഞ്ഞ ചെലവില് ഇൻക്യുബേറ്റർ അത് ബിസിനസ് ആണെന്നിരിക്കുന്നത്. അതെ, അത് വെച്ച് ആള് ജീവിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് ലക്ഷദ്വീപില്. പക്ഷെ അത് ലക്ഷദ്വീപ് എറണാകുളത്തേക്ക് അമ്മ കൊറിയ അയക്കും. എറണാകുളത്ത് നിന്ന് 2020 എന്ന് പറഞ്ഞൊരു കൊറിയർ ഉണ്ട്. ബാക്കി എറണാകുളം കഴിഞ്ഞാൽ എറണാകുളം എന്താ നമ്മുടെ ബാക്കി അവര് നോക്കിക്കോളും. അങ്ങനെയാണ് എൻ്റെ ഈയണ്ട വെച്ചിട്ട് ഒരാൾ 8 വാങ്ങി. ഇനി വേണം വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലത് അതുകൊണ്ടല്ല അവർ വാങ്ങിക്കുന്നത്. ഇതായാലും കുറെ ആളുകളുണ്ട്, കസ്റ്റമർ ഉണ്ട്. ഇപ്പൊ കറണ്ടിലാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആണല്ലോ. കറണ്ട് ഒരു ദിവസം കറണ്ട് പോയിട്ട് വിരിയാറുണ്ട്. ഞാൻ 8 മണിക്കൂർ വരെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 8 മണിക്കൂർ വരെ പോയാൽ വയറ്റി തെളിഞ്ഞതാണ് അല്ലേ? ഞാനിവിടെ ഫുള്ള് വിരിയിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോ ഈ വർക്ക് എല്ലാം കൂടി ആയതുകൊണ്ട് ഇപ്പൊ വിരിയിപ്പിക്കാൻ നിർത്തിയായിരുന്നു. ഞാൻ ഫുള്ള് വിരിയിച്ചോളൂ. എനിക്ക് എല്ലാം കൂടി ആവില്ല. ഞാൻ ഇവിടെ മറ്റേ എന്റെ മറ്റേ സബ്ജസ്റ്റർ ഒന്നുമില്ല. കറണ്ട് പോയ ഓട്ടോമാറ്റിക് വർക്കാകുന്ന ഒരു സംഭവം ഇല്ല. അത് കറണ്ട് പോയി വരുമ്പോൾ അങ്ങനെ ഓടും. തെർമോക്കോൾ ബോക്സ് ചൂട് നിൽക്കും. നമ്മൾ കറണ്ട് പോയ സമയത്ത് തുറക്കാതിരുന്നാൽ മതി. സിമ്പിൾ പരിപാടികൾ. പല മുട്ടകളും പല പല ദിവസങ്ങളിലാണല്ലോ വിരിയ. ഇപ്പൊ ബ്രോയിലർ കോഴിയുടെ മുട്ട ആണെങ്കിൽ കോഴിമുട്ട എല്ലാം 21 ദിവസം വിരിയും. താറാമുട്ട 28 ദിവസം പിടിക്കും. കാടമുട്ട 18 ദിവസം പിടിക്കും. അങ്ങനെ മണിത്താറാവ് 37-38 ദിവസം പിടിക്കും. കരിങ്കോഴിയൊക്കെ 21 ദിവസം പിടിക്കും. അപ്പൊ നമ്മളിത് ആ ഡേറ്റിന് വെച്ചാൽ ആ ഡേറ്റ് ആകുമ്പോൾ വിരിഞ്ഞോളും. ഇപ്പോൾ കോഴിമുട്ട 21 ദിവസം വെച്ചു. ആദ്യം കോഴിമുട്ട വെച്ചു. കുറച്ച് മണിത്താറാവിന് താറാവിൻ്റെ മുട്ടയുണ്ടെങ്കിൽ അത് വെച്ചു. അത് കോഴിമുട്ട വെച്ചിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും താറാമുട്ട വിരിയും. അത് അങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം എന്തറിയോ, ഈ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ പൂവൻ ക്രോസിംഗ് ആയി മുട്ട മാത്രം കിട്ടുള്ളൂ. പക്ഷികൾ മുട്ടയിടും. പക്ഷെ അത് വിരിയാണെങ്കിൽ പൂവൻ വേണം. കടയത്തെ മുട്ട അത് എത്ര ദിവസം വെച്ചാൽ കേടുവരില്ല. അതെന്താ കാരണം അറിയോ? പൂവനില്ലാത്ത മുട്ട. പക്ഷെ പൂവനുള്ള മുട്ടയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ മുട്ടേന്റെ സ്വഭാവം മാറും, സ്മെല്ലാം ബേഡാവും. അപ്പൊ ഇത് ചില ആളുകൾ പോയി കടയിൽ നിന്ന് വാങ്ങി മുട്ട കഴിഞ്ഞാൽ വിരിയല്ല. അത് ഫ്രഷ് മുട്ട പോലെ തന്നെ ഇരിക്കും. എത്ര ദിവസം വെച്ചാലും ഇൻക്യുബേറ്റർ ഫ്രഷ് മുട്ട കഴിക്കും. പക്ഷികൾ മുട്ടയിടും. പക്ഷെ വിരിയാണെങ്കിൽ എല്ലാ പക്ഷികളും, അത് കോഴി എന്നല്ല മറ്റേ എല്ലാ പക്ഷികളും മുട്ടയിടും. പക്ഷെ വിരിയാണെങ്കിൽ പൂവൻ വേണം. അപ്പൊ അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുക. നമ്മൾ ഒരാൾ വാങ്ങിക്കുമ്പോൾ പൂവനില്ലാത്ത സ്ഥലത്ത് നിന്ന് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ വിരിയില്ല. അത് എന്ത് ചെയ്താലും കാര്യം ലാസ്റ്റ് നമ്മളെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഇൻക്യുബേറ്ററിന്റെ കുഴപ്പമില്ല, മുട്ടയുടെ കുഴപ്പം. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടിമിന്നലൊക്കെ നല്ല ഇടിമിന്നൽ വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇടിമിന്നലും വന്നാലും കോഴികൾക്ക് സംഭവിക്കും, മുട്ടയ്ക്ക് നാശം സംഭവിക്കും. നല്ല ഇടിമിന്നൽ വന്നായിട്ടാ, കൂടുതലല്ല, നല്ല ഇടിമിന്നൽ നമ്മുടെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. അത് കോഴിക്ക് വെച്ചാലും സംഭവിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു വിജയം. മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേനും മഴക്കാലത്ത് വെക്കാറുണ്ട്. മഴക്കാലത്ത് വെച്ചാൽ കൂടുതൽ വിരിയുള്ളൂ. മഴക്കാലത്ത് വെച്ചാൽ കൂടുതൽ ഇടിമിന്നലൊന്നും സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ കറണ്ടൊക്കെ കുറച്ച് അധികം നേരം പോയി കഴിഞ്ഞാലും 8 മണിക്കൂർ വരെ പോയാലും കുഴപ്പമില്ല. നമുക്ക് അതിന് വേറെ ഒന്നും വേണ്ട. 8 മണിക്കൂർ വരെ നമുക്ക് ചൂടയിൽ നിൽക്കും. എൻ്റെ 1.5 ദിവസം പോയിട്ട് വിരിഞ്ഞു, മലപ്പുറത്ത് വിരിഞ്ഞിട്ടുണ്ട്. 1.5 ദിവസം കറണ്ട് പോയിട്ട്, പ്രളയ സമയത്ത് 1 ദിവസം കറണ്ട് പോയിട്ട് എൻ്റെ പുള്ള വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ 200 മുട്ടയ്ക്ക് 150 കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ സീസണിൽ നല്ല കച്ചവടമാണ് മലപ്പുറത്ത് നിന്ന്. അത് നമ്മുടെ ബോക്സ് നമ്മൾ ഉണ്ടാക്കുന്ന ബോക്സാണ്, റെഡിമെയ്ഡ് ബോക്സ് അല്ല, ഐസ് ബോക്സ് അല്ല. നമ്മുടെ ഹൈറ്റും എനിക്ക് വേണ്ട ഹൈറ്റും എല്ലാം ചൂടെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ബോക്സ് വല്ല ഐസ് ടെമ്പർ ബോക്സ് ഒന്നല്ല. എന്റെ ബോക്സ് മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി പാർട്സുകളൊക്കെ എല്ലാം സൂപ്പർ പാർട്സുകൾ നമ്മളുടെ ഇവിടെ എല്ലാം കൈകൊണ്ട് തന്നെ ബോക്സ് അടക്കം നമ്മൾ എല്ലാം ഷീറ്റ് കട്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഐസ് ബോക്സ് ഇതേ പൈസ കൊടുത്താൽ മതി, കിട്ടും. പക്ഷേ ഹൈറ്റ് കൂടുതലാണ്, ചൂട് എല്ലാവരും എത്തില്ല. പിന്നെ വിരിയുന്ന കുഞ്ഞുങ്ങൾ കൈയും കാലൊക്കെ ശേഷി കുറയും, ചൂട് കിട്ടാൻ കൈ അംഗവൈകല്യം സംഭവിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എല്ലാവരും ഒക്കെ ചേട്ടൻ്റെ സാധനങ്ങൾ മേടിക്കുമ്പോ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മേടിച്ചോണ്ട് ഇപ്പൊ കറക്റ്റ് അവർക്ക് പരീക്ഷണം പറയുമ്പോഴേ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഒരു റിസൾട്ട്, ഒരു ഇൻക്യുബേറ്റർ കൊണ്ട് റിസൾട്ട് കണ്ടാൽ അത് പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിലൂടെയാണ് നമ്മൾ വിജയം കണ്ടത്. നമ്മളിത് മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻക്യുബേറ്റർ ഇപ്പോഴൊന്നും ഇങ്ങനെ ആവില്ല. നമ്മുടെ പ്രേക്ഷകർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം എല്ലാ സുഹൃത്തുക്കളും നല്ല പറയുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ല സംഭവം, സപ്പോർട്ടിങ് നല്ല സപ്പോർട്ട് നമുക്ക്. അല്ല, ഇത് വളരെ നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ചെലവല്ലേ ഉള്ളൂ, ചെറിയ പൈസയുള്ളൂ. എന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 പറഞ്ഞാൽ നിങ്ങൾ എവിടെ തപ്പിയാലും കിട്ടില്ല. എവിടെ നോക്കിയാൽ ഏത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാനും കിട്ടില്ല. അത് നമ്മൾ തന്നെ കൊടുക്കുന്നുള്ളൂ. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500. എനിക്ക് ഒരു എൻ്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കച്ചവടം ചെറിയ ലാഭം.
അതെ അതെ വലിയ കച്ചവടം ചെറിയ ലാഭം, അതാണ് എൻ്റെ വിജയം. ചേട്ടൻ അത് മതി. മതി അല്ലേ? മതി. സന്തോഷ സമാധാനം. സന്തോഷവും സമാധാനം ഇത് മതി. ഇരിക്കുക അത്രേ ഉള്ളൂ. ഓക്കെ. ഞങ്ങൾ മൂന്നാള്, ഞാൻ ഒരു സ്റ്റാഫുണ്ട്, ഒരു വൈഫുണ്ട്, ഞങ്ങൾ മൂന്നാമത് എല്ലാരും കൂടി മക്കളും ഉണ്ട്, മക്കളും വരും. ചെറിയ കുട്ടികൾ അവർ വന്ന് എന്തെങ്കിലും അവര് ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾ ഞങ്ങളെ വർക്ക് ചെയ്യും. ഇതന്നെയാണ് നമ്മുടെ പരിപാടി. ഉഷാറായിട്ട് പോയിക്കൊണ്ട് ഉഷാറായിട്ട് പോകണം. ഇനി ഉഷാറായിട്ട് പോട്ടെ, ഇനി ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. നമ്മളെ ഒരുപാട് കാര്യമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ നല്ല ഷെയറിംഗ് ആണ് ചെയ്യുന്നത്. വാട്സാപ്പ് കൂട്ടായ്മ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നത്. എൻ്റെ വളർച്ചയ്ക്ക് കാരണം സോഷ്യൽ മീഡിയ നമ്മളെ നന്ദി പറയില്ലെങ്കിൽ അവർ നമ്മളെ എന്ത് ഉപയോഗിക്കാം. അതെ അതെ അതെ, അതാ നന്ദിയും കൂടി നമ്മൾ അറിയിക്കുന്നത്. അതെ, ചേട്ടനോടും നന്ദി കസ്റ്റമേഴ്സിനും പറയണ്ടാവും. കാരണം അവരും നല്ലൊരു തുക ഇതിനകത്തുനിന്ന് സമ്പാദിക്കുന്നുണ്ട്. അല്ല, ഞാൻ 6 വർഷം മുമ്പ് 2500 കൊടുത്തിട്ടുണ്ട് ഇൻക്യുബേറ്റർ. ഇപ്പോഴും ആ വിലക്ക് കൊടുത്തു. 6 വർഷമായിട്ടും വില മാറിയിട്ടേ ഇല്ല. എന്നുവെച്ചാൽ സാധനങ്ങൾക്ക് 90 രൂപയ്ക്കുള്ള സാധനം ഇപ്പൊ 250 വിലയാണ്. എല്ലാ സാധനങ്ങളും ഇലക്ട്രിക് സാധനങ്ങളും എല്ലാ സാധനവും ഡബിൾ വിലയായിട്ടുണ്ട്. എല്ലാ ഐറ്റംസ് വയർ, പ്ലഗ്, ഓർഡർ എല്ലാ സാധനവും വില കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോഴും ആ വിലക്ക് തന്നെ കൊടുക്കുന്നത്. ഇനി ആ വിലക്ക് തന്നെ കൊടുക്കുള്ളൂ. ചെറിയ ലാഭം മതി. ഫുള്ള് ഗ്യാരണ്ടിയുമാണ്. ചെറിയ 1 വർഷം ഗ്യാരണ്ടിയും ഇത് പിന്നെ പിന്നെ എന്ത് വേണം? മാത്രമേ ഉള്ളൂ. ചേട്ടാ അടിപൊളിയായിട്ടോട്ടെ. അതെ അതെ.